ഒരു നാടിന്റെ സ്നേഹം ഏറ്റുവാങ്ങി ഈ ലോകത്തോട് വിട പറഞ്ഞ എൻ്റെ പിതാവിൻ്റെ ചരിത്രം ഒരു ഡോക്യുമെന്ററി ആക്കുകയാണ് ഞാൻ. എൻ്റെ മാധ്യമ ജീവിതത്തിൽ എനിക്ക് ആദ്യമായി അവസരം നേടിത്തരുവാൻ പ്രയത്നിച്ചതും എൻ്റെ പിതാവായിരുന്നു. എൻ്റെ പിതാവിനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കിയില്ലെങ്കിൽ ഞാൻ ഈ ലോകത്ത് കാണിക്കുന്ന നീതികേടായിരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ടാണ് പ്രമുഖരെ മാത്രം ഡോക്യുമെന്ററി ആക്കുന്ന ഈ കാലത്ത് ഞാൻ എൻ്റെ വാപ്പാക്കായി ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കുന്നത്. മാനവികതയും മനുഷ്യമൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് ഉറച്ച നിലപാടിലൂടെ ഒരു നാടിന് ശ്രദ്ധേയമായ വ്യക്തിത്വമാണ് ബാലരാമപുരം പഴയകട സുബൈർ സാഹിബ്. ബാലരാമപുരത്തിൻ്റെ പഴയകാല ചരിത്രം പറയുമ്പോൾ ഏതെങ്കിലും ഒരു കോണിൽ ഈ വ്യക്തിത്വത്തിൻ്റെ പേരും ഉയർന്നു കേൾക്കുമെന്നതിൽ നിസ്സംശയം ഉറപ്പാണ്. ജീവിച്ചിരുന്നപ്പോൾ കേട്ടതിനേക്കാൾ 10 മടങ്ങ് നന്മയുടെ കാര്യങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് വിവിധ കോണിൽ നിന്നും എത്തിയവർക്ക് പറയാനുണ്ടായിരുന്നത്. ആ വിയോഗത്തിൻ്റെ 10ാം നാളാണിന്ന്. ഒരു രാഷ്ട്രീയ സാമൂഹിക നേതാവല്ലാതിരുന്ന അദ്ദേഹത്തെ കാണുവാനെത്തിയതും അനുസ്മരിച്ച് കഥ പറയുന്നതും 100 കണക്കിന് പേരാണ്. ആ മനുഷ്യൻ്റെ നന്മയുള്ള പ്രവർത്തനത്തെക്കുറിച്ചാണ് പലർക്കും പറയുവാനുണ്ടായിരുന്നത്. റമദാൻ മാസമെത്തിയാൽ എൻ്റെ വീട്ടിൽ നോമ്പ് കഞ്ഞി വെച്ച് മറ്റു വീടുകളിൽ എത്തിക്കുന്നതിനും എൻ്റെ വാപ്പ മുന്നിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവിൽ വീട്ടിൽ തന്നെ കഞ്ഞി പാകം ചെയ്ത് പരിസര പ്രദേശങ്ങളിലെ വീട്ടിലെത്തിച്ചിരുന്ന ഒരു കാലവും ഉണ്ടായിരുന്നു. കോവിഡ് കാലത്ത് പോലും അത്തരത്തിൽ നോമ്പുകഞ്ഞി പല വീടുകളിലും എത്തിച്ചിരുന്നു. കോവിഡ് കാലത്ത് ബുദ്ധിമുട്ടുന്നവരെ കണ്ടെത്തി സഹായിക്കുന്ന നിരവധി പദ്ധതികളും നടത്തിയിരുന്നു. ഓർമ്മ വെച്ച കാലം മുതലുള്ള അനുഭവങ്ങൾ കോവിഡ് കാലത്ത് പങ്കുവെച്ചത് ഇങ്ങനെയായിരുന്നു. വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് വാപ്പാക്ക് പറയുവാനുള്ളതും ഇങ്ങനെയാണ്. കഴിഞ്ഞ 70 വർഷങ്ങൾക്ക് മുമ്പ് ലോക്ക്ഡൗൺ അല്ലാതെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവിടെ അന്തിക്ക് മാത്രമാണ് ആഹാരം വയ്ക്കുന്ന നാടായിരുന്നു. അന്തി വരെ പണിയെടുക്കുന്നവരും അന്തിക്ക് അടയാണ് ഇവിടെ ഉള്ളത്. മാർക്കറ്റല്ല, അന്തിക്കട. അതിൽ വാങ്ങിച്ച ആഹാരങ്ങൾ കൊണ്ടുപോകുമ്പോഴും 7 മണിക്കും 6 മണിക്കും റോഡിൽ ആളുകളുണ്ടാവും. പക്ഷേ ഇപ്പോൾ അതിനേക്കാളും ഒരു ഭീകര അന്തരീക്ഷമാണ് ബാലരാമപുരത്ത് നിലനിൽക്കുന്നത്. പഴമക്കാർ പറഞ്ഞതുപോലെ തൻ്റെ മകൻ തന്നോളമെത്തിയാൽ തന്നെയും താനെന്ന് വിളിക്കുമെന്ന ആ ചൊല്ല് പതിരാണെന്ന് മനസ്സിലാക്കി കൊടുത്ത മനുഷ്യസ്നേഹി. മക്കൾക്ക് മുന്നിൽ പോലും നേരിൻ്റെ കർക്കശ നിലപാട് സ്വീകരിച്ച് ജീവിച്ചു പോന്ന മഹത് വ്യക്തിത്വം. ന്യൂജൻ തലമുറ മുതൽ മുതിർന്നവർ വരെ ഈ കർക്കശ നിലപാടിലൂടെ ഈ വ്യക്തിത്വത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. ഒട്ടനവധി നല്ല നല്ല പ്രവർത്തനങ്ങളിലൂടെ ബാലരാമപുരത്തിൻ്റെ ചരിത്രത്താളുകളിൽ ഇടം നേടിയ വ്യക്തിത്വമാണ് ബാലരാമപുരം പഴയകട സുബൈർ. പണ്ഡിതന്മാരെയും പാമരന്മാരെയും ഒരുപോലെ സ്നേഹിച്ച നന്മയുടെ പ്രതീകമായിരുന്നു സുബൈർ സാഹിബ്. വർഷങ്ങൾക്ക് മുമ്പ് ബാലരാമപുരത്തിൻ്റെ തനത് ഭാഷ ഡോക്യുമെൻ്ററി ചെയ്യുവാനെത്തിയ ചാനൽ പ്രവർത്തകരും ഭാഷയെക്കുറിച്ചറിയുവാൻ സമീപിച്ചതും ഈ വ്യക്തിത്വത്തെ തന്നെയായിരുന്നു. ആ കാലഘട്ടത്തെ നമുക്കൊന്ന് നോക്കി വരാം. പഴയകട സുബൈർ കാക്ക. ഓ, പഴയകടയല്ല, പഴയകടക്കാണ് പഴയകട എന്ന് പറഞ്ഞു. സോറി കുറച്ച് വൃത്തിയായി. മിനുക്കി എന്ന് പറഞ്ഞാൽ വൃത്തിയായി. പിന്നെ എന്താണ് ശീലയും ചട്ടി? ശീലയും ചട്ട എന്ന് പറഞ്ഞാൽ കുപ്പായത്തിനാണ് ചട്ട. അപ്പൊ ശീല ഇത് കൈലിമുണ്ട് അപ്പൊ ഇത് കള്ളിമുണ്ട് ലുങ്കിക്കൊക്കെ ഞാൻ പറയുന്നത് രണ്ടാം കൂടെ തല്ലാൻ നിൽക്കുക. ഇപ്പൊ കിട്ടില്ല പറഞ്ഞോട്ടെ എന്തൊക്കെ കിട്ടി വാക്കുകൾ. ബാലരാമപുരത്തെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി പേരാണ് എൻ്റെ വാപ്പായുടെ അനുസ്മരണത്തിന് എത്തിയതും സംസാരിച്ചതും. ഓരോരുത്തർക്കും പറയുവാനുള്ളത് ഓരോ കഥകളായിരുന്നു. മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് മക്കളെയും മരുമക്കളെയൊക്കെ വിളിച്ചടുത്തിരുത്തി പരിശുദ്ധമായ കലിമത്തുൽ ഷഹാദൊക്കെ പറഞ്ഞുകൊടുത്ത് പറയിപ്പിച്ച് മരിക്കാൻ പേടിയില്ല എന്ന് സധൈര്യം അദ്ദേഹം പറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങിയെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഇതേപോലെ മരിക്കേണ്ടവരാണ്.
അതേപോലെ മരിക്കണമെങ്കിൽ കുറെ ത്യാഗങ്ങൾക്ക് വിധേയരാകേണ്ടതുണ്ട്. അദ്ദേഹത്തിൽ കണ്ട ചില നന്മകൾ കുടുംബ ബന്ധം പുലർത്തുന്ന വിഷയത്തിൽ വളരെ ഗൗരവം കാണിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ആദർശശക്തിയുള്ള വ്യക്തിത്വമായിരുന്നു. അതോടൊപ്പം തന്നെ മതകാര്യങ്ങളിൽ നിഷ്ഠയുള്ള ആളായിരുന്നു. മക്കളെയും കുടുംബത്തെയും നോക്കുന്ന വിഷയത്തിലും ശരിയായ ദിശ കാണിച്ചു കൊടുക്കുന്ന വിഷയത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയും അനുസ്മരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു പുണ്യമായ കർമ്മമാണ്. തെറ്റ് കണ്ടാൽ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് ആർക്ക് ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, അത് ശരിയല്ല, അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ആരുടെയും മുഖത്ത് നോക്കി പറയുവാനുള്ള ഒരു മാനസികമായ ചങ്കൂറ്റം, ഒരു സ്ഥൈര്യം, ഒരു ധൈര്യം, ആരായിരുന്നാലും ആ സത്യം തുറന്നു പറയുവാനുള്ള ആ ഒരു ചങ്കൂറ്റം. എന്നിട്ട് പറയും, എനിക്കിത് പറയാൻ കഴിയുള്ളൂ, ആര് സമ്മതിച്ചാലില്ലെങ്കിലും ഇത് ശരിയല്ല, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല, ഇതാണ് സത്യമെന്ന് പറയുവാനുള്ള ആ ഒരു മനോധൈര്യം കാണിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. കാരണം പ്രായം നോക്കാതെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. സുബൈർ ആക്കയുടെ വേർപാട് നമുക്കെല്ലാം വളരെ വേദനയും പ്രയാസവും ഉണ്ടാക്കുന്നതാണ്. ഒരു സ്നേഹത്തിന്റെ, ഒരു ചായയുടെ രൂപത്തിൽ സ്നേഹം നമുക്കെപ്പോഴും വാഗ്ദാനം ചെയ്യുന്ന ശ്രീ സുബൈർ ആക്കയുടെ വേർപാടിൽ എന്റെ ദുഃഖം, എന്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. തൻ്റെ കണ്ണിന് മുമ്പിൽ കാണുന്ന അരുതായ്മകളെ, തെറ്റുകളെ തിരുത്തുകയും വിമർശിക്കുകയും ചെയ്യുന്നതിൽ ഒരു മടിയും കാണിക്കാത്ത വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അതിൻ്റെ പേരിൽ അദ്ദേഹം ആരുടെയും മുഖം നോക്കിയിരുന്നില്ല, അതേസമയം അതിൻ്റെ പേരിൽ ആരെയും വെറുത്തിരുന്നില്ല. സുബൈറൊക്കെ നമുക്ക് എല്ലാവർക്കും വെള്ളം കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കും, യാതൊരു മടിയും കൂടാതെ. ആ കുട്ടികളെന്ന് പറയുമ്പോൾ ഒരു 100 കുട്ടികളെങ്കിലും കാണും, വന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് വെള്ളം കൊണ്ടുതരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തുടങ്ങിയ ഒരു ബന്ധം പിന്നീട് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി വരുന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ പുള്ളിയെ കാണുന്നത്. എൻ്റെ ഒരു കാക്കായെന്ന് മരിച്ചത്, അതിൻ്റെ അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തി. എവിടെ വെച്ച് കണ്ടാലും ഇത് പഴയ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന എൻ്റെ ഒരു വലിയ ഇഷ്ടമായിരുന്നു. എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നട്ടലുള്ള ഒരു മനുഷ്യനാണ്. കാരണം ആരെങ്കിലും സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരുടെ മുമ്പ് ഒളിച്ചു കളിക്കാതെ, ചിരിച്ചു കാണിക്കാതെ, പറയാനുള്ളത് പറയേണ്ട സമയത്ത് മുഖത്ത് നോക്കി പറയാൻ ആർജവമുള്ള ഒരാളാണ് പ്രിയപ്പെട്ട സുബൈറാക്ക. അത് ചിലർക്ക് മാത്രമേ പറ്റൂ. അതിൽ ഒരാളാണ് ബാലരാമപുരത്ത് പ്രിയപ്പെട്ട സുബൈറാക്ക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മരണ വീടുകളിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള പ്രത്യേകമായ ഒരു താല്പര്യം, അത് മരണപ്പെട്ട ആ വീടുകളിൽ ഓടിച്ചെന്ന് ആ മയ്യത്തിനോട് എന്തൊക്കെ മതപരമായ കർമ്മങ്ങൾ ചെയ്യാനുണ്ടോ, അത് ഖബർ സ്ഥാൻ മുതൽ അദ്ദേഹം ആ മയ്യത്തിനെ കുളിപ്പിക്കുന്ന കാര്യങ്ങളിലായാലും അത് അടക്കി പിരിയുന്നത് വരെ അദ്ദേഹം ഒരു കുടുംബനാഥനെ പോലെ ആ വീടുകളിൽ പെരുമാറി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിമർശനത്തിന് ഒരു മറയുടെ അപ്പുറത്ത് നിന്ന് അദ്ദേഹം വിമർശിക്കാറില്ല. ആരെയാണോ വിമർശിക്കേണ്ടത് ആ ആളിന്റെ വലിപ്പ ചെറുപ്പം നോക്കാറില്ല. വിമർശിക്കേണ്ട ആളിനെ നേർക്ക് നേർ നിന്ന് വിമർശിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉപമയായിരുന്നു ശ്രീ സുബൈർ. സുബൈർ കാക്ക കാണുമ്പോൾ ഒരു അധ്യാപകനെ എങ്ങനെ ബഹുമാനിക്കണം, എങ്ങനെ സ്നേഹിക്കണം എന്നൊക്കെ അദ്ദേഹം ഒരു മാതൃക കാണിച്ചത്. എപ്പോഴും ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന സദസ്സുകളിലായാലും കമ്മിറ്റികളിലായാലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നുകൊണ്ട് ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന വ്യക്തി. അദ്ദേഹത്തിന് നല്ലൊരു മരണവും അള്ളാഹു കൊടുത്തു. പുഞ്ചിരിച്ചുകൊണ്ട് കലിമ പറഞ്ഞ് നല്ല രീതിയിൽ സന്തോഷത്തോടെ എല്ലാ ബന്ധുമിത്രാദികളുടെ മുമ്പിൽ വെച്ച് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ ഇതുപോലൊരു ഭാഗ്യം ചെയ്ത ഒരു മനുഷ്യനുണ്ടാകില്ല. അത്തരത്തിലുള്ള മരണം അള്ളാഹു അദ്ദേഹത്തിന് നൽകി ആദരിച്ചു എന്ന് വേണം പറയാനായിട്ട്. പിന്നെ പറയാനുള്ള കാര്യം അത് ആരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ആ ഒരു തീവ്രത അതിനോട് അംഗീകരിച്ചേ പറ്റും. പക്ഷെ അത് കഴിഞ്ഞിട്ട് മനസ്സിൽ ആരോടും ഒരു പകയും സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വ്യക്തിമുദ്ര.
സുബേറാക്ക ഏത് പ്രായക്കാരുടെയും ഒരു കൂട്ടുകാരനാണ്. മക്കളെന്ന് പറഞ്ഞാൽ വാപ്പായും മക്കളും വേറെ ഒന്നുമല്ല, അവര് നല്ലൊരു ഫ്രണ്ട്സ്, കൂട്ടുകാരാണ്. ഞാൻ അധ്യാപകനായതുകൊണ്ട് പറയുകയാണ്, വിദ്യാഭ്യാസത്തിന് എല്ലായ്പ്പോഴും സമൂഹത്തിനെ സ്വാധീനിക്കാൻ കഴിയും. സമൂഹത്തിന് ഒരു വ്യക്തിയെ സ്വാധീനിക്കാൻ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സമൂഹത്തിനെ എങ്ങനെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളതിന്റെ പ്രകടമായ ഒരു ഉദാഹരണമാണ് പ്രിയപ്പെട്ട സുബേർ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1980 നാലാമത് സ്കൂളിൽ പഠിച്ച കുട്ടികൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കണം. ആ കുട്ടികൾക്ക് സുബേർ ഒരു മനുഷ്യസ്നേഹിയായി. ബാല്യകാലത്ത് രാഷ്ട്രീയമായിരുന്നാലും പൊതുപ്രവർത്തനങ്ങളിലും ജമാഅത്തിന്റെ കാര്യത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മനുഷ്യനാണ് സുബേറൊക്കെ. എന്റെ ആത്മ പോലും അറിഞ്ഞിട്ടില്ല. എനിക്ക് അത്രയ്ക്ക് തെളിവുണ്ട്. തൽക്കാലം അദ്ദേഹത്തിന് സ്വർഗലോകം പടക്കം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വേർപാടിൽ എല്ലാവിധ അഭിഷേകങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടും ഞാൻ അദ്ദേഹത്തിനെ ഇപ്പോഴും വാപ്പാന്നാണ് വിളിക്കുന്നത്. അത്രയ്ക്ക് നമ്മൾ തമ്മിലൊരു നല്ലൊരു ബന്ധമായിരുന്നു. സുഹൃത്ത്, വളരെ വിപുലമായ ഒരു സുഹൃത്ത് വലയം തന്നെ അദ്ദേഹത്തിന് ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ ശരിക്കും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രായ വ്യത്യാസമില്ല, ജാതിമത പരിഗണനയില്ല. അങ്ങനെ വളരെ വിപുലമായ ഒരു സുഹൃത്ത് വലയത്തിന് ഉടമയായിരുന്നു അദ്ദേഹം. അങ്ങനെ ശരിയും തെറ്റും മനസ്സിലാക്കി നാട്ടിൽ നടക്കുന്ന നല്ല കാര്യങ്ങളെ വീക്ഷിക്കാനും അതിനോടൊപ്പം നിൽക്കാനും വലിയ മനസ്സ് കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് പഴയ സുബേർ. 1000 നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ചാണ് എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ തലമുറകൾക്ക് മാതൃകയാകട്ടെ എന്നാണ് പ്രാർത്ഥന.